മിക്കിക്ക് ഒരിക്കൽ പോലും പച്ചയ്ക്ക് ഇങ്ങനെ ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് വേറെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വന്ന് കാണുമല്ലോ ലൈഫിലേക്ക് ഇങ്ങനെ ക്രഷൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും പച്ചയെ വിടാൻ തോന്നിയിട്ടില്ല ഇങ്ങനെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നപ്പോഴും? ഇല്ല, എനിക്കങ്ങനെ പണ്ട് ഇല്ല, എനിക്ക് അങ്ങനെ എന്താ പറയാ, അങ്ങനെ ആരും വന്നിട്ടില്ല തോന്നുന്നു. ഇങ്ങനെ അധ്വാനിക്കുന്ന കണ്ടപ്പോ സന്തോഷം. ഞാൻ അല്ല, പച്ച വന്ന പിന്നെ അങ്ങനെയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. ഐ മീൻ എന്നോട് ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഞാൻ കൊടുത്താലല്ലേ എൻ്റെ അടുത്ത് പറയുള്ളൂ. ഇങ്ങനെ സ്ട്രഗിൾ ഒക്കെ ആണ് എന്ന് അറിഞ്ഞപ്പോഴും ഒരിക്കൽ പോലും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ഞങ്ങൾക്ക് എന്താ പറയാ, ഒരുമിച്ച് സെറ്റ് ആക്കാം. ഐ മീൻ താഴത്ത് തന്നെ നമ്മൾ വളരട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. സ്വന്തമായിട്ട് വീട് വെക്കണം, സ്വന്തമായിട്ട് എല്ലാം ചെയ്യണം. കാരണം സ്വന്തമായിട്ട് ഓൾറെഡി വീട് ഉണ്ടായതിനു ശേഷം അതും ഭയങ്കര ഡിഫറെന്റ് അല്ലേ. ഐ മീൻ ഒരുമിച്ച് കയറുന്നതും അല്ലാണ്ട് കയറുന്നതും ഡിഫറെന്റ് അല്ല. നിങ്ങൾക്ക് അഭിമാനത്തോട് പറയാം, എല്ലാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പം എന്തുണ്ടെങ്കിലും പണ്ടൊക്കെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ വാങ്ങിയത് തന്നെ ഭയങ്കര സീനിലായിരുന്നു. ഇപ്പോൾ അതൊന്നും വിഷയമല്ല. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ അറിയില്ല. ഒരു ഫോൺ വാങ്ങണമെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ഫോൺ മേടിച്ചത്. അപ്പോൾ ആ ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ ഒരു ഫോൺ വാങ്ങിച്ചപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു എൻ്റെ ആ സ്ട്രഗിളൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് ഇപ്പം ഹാപ്പിയാണ്. അമ്മയൊക്കെ ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി, ഭയങ്കര ഹാപ്പി എല്ലാവരും. ഇല്ല, ഇപ്പോൾ ഇവളുടെ ഫാമിലിയാണെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ഭയങ്കര ഹാപ്പി.